ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കപ്പയ്ക്ക വെച്ചിട്ട് ഒരു കപ്പയ്ക്ക തോരനാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു കപ്പയുടെ മുട്ടിലാണ്. അയ്യോ, നിറയെ കപ്പയുണ്ട് കേട്ടോ, പലതരത്തിലുള്ള കപ്പയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് പറിച്ചുകൊണ്ട് പോയിട്ട് നമുക്കൊരു തോരൻ വയ്ക്കാം. നല്ലൊരു കപ്പയ്ക്കാണ്. ഇതൊക്കെ വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 25 രൂപയെങ്കിലും കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊരു ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പച്ചക്കറി തന്നെ വേണമെന്നില്ല നമുക്ക് കഴിക്കാനായിട്ട്. ഈ ഒരു കപ്പയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കുകയോ കറി വയ്ക്കുകയോ പച്ചടി വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്കൊരു തോരൻ വയ്ക്കാം. ഈ കപ്പയ്ക്ക ഇനി ചെത്തണം, എന്നിട്ട് അത് നല്ല ചെറുതായിട്ട് അരിയണം. ഇത് അരിഞ്ഞതിന് ശേഷം കഴുകത്തില്ല. തൊലി ചെത്തിയിട്ട് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് പിളർത്തി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് അതിനെ കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് വരാം. കപ്പയ്ക്ക തോരൻ വെക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ, ഒരു സവോള, 1/2 ടീസ്പൂൺ ജീരകം, 4-5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 കാന്താരി, 2 കതർപ്പ് കറിവേപ്പില എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. കടുക് വറക്കുന്നതിന് ആവശ്യമായ ഉഴുന്ന്, കടുക്, വറ്റൽമുളക്, എണ്ണ, ഇത്രയുമാണ് കപ്പയ്ക്ക തോരൻ വെക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഇതിനകത്ത് ചെറുപയർ ഞാൻ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ നല്ല രുചികരമായിട്ട് ഇത് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കപ്പയ്ക്ക ചെത്തി അരിഞ്ഞുകൊണ്ട് വരാം. നമ്മുടെ പപ്പായ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അരിയാൻ പ്രയാസമുള്ളവർക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. നമുക്കിനി അരയ്ക്കാനുള്ളത് എടുക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്കിട്ട് ചതച്ചെടുക്കാനുള്ളതാണ്. തേങ്ങ ജാറിലോട്ടിടാം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന സാധനത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പയ്ക്ക് എടുത്തതുകൊണ്ട് ഇപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തു. 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ജീരകം, കാന്താരിയും മഞ്ഞൾപ്പൊടിയും, ഒരു 2 കറിവേപ്പിലയും കൂടെ അതിട്ട് ചതയ്ക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ തേങ്ങ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ചതച്ചെടുക്കുന്നത്. ഒന്ന് വിപ്പ് ചെയ്താൽ 2-3 വട്ടം ഒന്ന് വിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല തോരൻ്റെ പരുവാകും. അഥവാ നിങ്ങൾക്ക് ഇതിന് നിറം വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം മുളക് ഇട്ടാൽ മതി. ഇപ്പം പച്ചമുളക് ഇടുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിരിക്കും. എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അതും കാന്താരിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തവ അടപ്പിൽ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. 2 വറ്റൽമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ഇടാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് ഇളക്കി കൂട്ടി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. സ്വല്പം തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് അടച്ച് വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ സ്വല്പം നേരം കൂടെ കിടന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തോരനാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു കപ്പയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെയും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെന്ന് തോന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.